ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് ഇന്ത്യയിലേതുൾപ്പെടെയുള്ള ആഗോള വിപണികളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പാരമ്പര്യേതര നയങ്ങൾക്കും അമേരിക്കയുടെ വ്യത്യസ്തമായ സമീപനത്തിനും പേരുകെട്ട അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിൽ അലയടിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീൻ എനർജി വെല്ലുവിളികൾ മുതൽ പ്രതിരോധ പങ്കാളിത്തം, താരിഫ് സംബന്ധമായ സമ്മർദ്ദങ്ങൾ, ഫിൻടെക് വിപുലീകരണം, ഇൻഫ്രാസ്ട്രക്ചർ അവസരങ്ങൾ, അങ്ങനെ ട്രംപിന്റെ നയങ്ങൾ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നേക്കാം. അതേസമയം ഇന്ത്യൻ വിപണികൾക്ക് അതൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ ട്രംപിന്റെ രണ്ടാം ടേമിന്റെ 5 വലിയ സാധ്യതകളെയോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ സ്റ്റോക്കുകൾക്ക് ഒരു തിരിച്ചടിയാണ് ട്രംപിന്റെ രണ്ടാം ടേം. ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഫോസിൽ ഇന്ധന രംഗത്ത് ഉറച്ച പിന്തുണ നൽകിയതിന്റെ പ്രതിഫലനമായി ഇന്ധന വ്യവസായത്തിന് സമർപ്പിച്ച നയങ്ങളിൽ ധാരാളം രാജ്യങ്ങളിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ വികസനത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ രണ്ടാം ടേമിലും ഇത്തരം നയങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. US-ൽ ഊർജ്ജ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ട് സോളാർ പാനലുകൾക്കും വിൻഡ് മില്ലുകൾക്കും മേലുള്ള സംരക്ഷണവാദ താരിഫ് ശക്തിപ്പെടുത്തൽ ഇതൊരു ആഗോള ഹരിത ഊർജ്ജ വിപണിയിൽ അമേരിക്കയുടെ പിടി ഉറപ്പാക്കുന്നതിന് സഹായകരമായിരിക്കും. ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ നീണ്ടു നിൽക്കുകയും സാങ്കേതിക വിദ്യയുടെ ഇറക്കുമതിയിൽ ആശ്രയിച്ചിരിക്കുന്ന വിൻഡ് മിൽ പോലെയുള്ള നിർമ്മാതാക്കളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടാമതായി ഡിഫൻസ് സ്റ്റോക്കുകളുടെ ഉയർച്ചയാണ്. ട്രംപ് ദേശീയ സുരക്ഷയും സാങ്കേതിക പ്രതിരോധ വിദ്യയുമായി താല്പര്യമുള്ള വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാം ടൈമിൽ ഈ മേഖലയിൽ കൂടുതൽ സജീവമായി പ്രവർത്തിച്ചാൽ, പ്രത്യേകിച്ച് ഡ്രോണുകൾ, സൈബർ സുരക്ഷ, എയറോസ്പേസ് മേഖലകൾ, അങ്ങനെ ഇവയൊക്കെ ഇന്ത്യയുടെ പ്രതിരോധ ഓഹരികൾക്ക് വലിയ ഉത്തേജനമായി മാറിയേക്കും. സൈനിക സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രതിരോധ കരാറുകാരും സാങ്കേതിക വിദ്യയുടെ പ്രാപ്തിയിൽ മുന്നേറ്റം നടത്തുന്ന പ്രതിരോധ കമ്പനികളും ഈ ഒരു വളർച്ചയിൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നവീനമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല കൂടുതൽ ഗ്ലോബലി ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലായിരിക്കും ഉണ്ടാവുക. ആഗോള പ്രതിരോധ വ്യവസ്ഥയിൽ ഇന്ത്യയെ കൂടുതൽ പ്രാധാന്യമുള്ള പങ്കാളിയായി കമ്പനി സ്ഥാപിക്കാൻ ഹൈടെക് പ്രതിരോധ മേഖലകളിൽ സജ്ജീകരിക്കുന്ന ഇന്ത്യൻ വിപണിയിൽ പുതിയ വിപണികളിലേക്ക് കടക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി പ്രതിരോധ സഖ്യങ്ങൾ വ്യാപിപ്പിക്കാൻ അമേരിക്കയുടെ താല്പര്യവും ഉണ്ടായേക്കാം. പ്രതിരോധ ഓഹരികളിലെ ഇന്ത്യൻ നിക്ഷേപകർ വളർച്ചാ സാധ്യതകൾക്കായി ഈ ഷിഫ്റ്റുകൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഫിൻടെക്കിന്റെ വളർച്ച. ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ കുടിയേറ്റ നയം കൂടുതൽ ടെക്നോളജിസ്റ്റുകൾ ഏഷ്യയിൽ തന്നെ തങ്ങി നിൽക്കുകയും ഇന്ത്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക ടെക്നോളജി സെന്ററുകളിൽ അവരുടെ ഇന്നൊവേഷൻ ഹബ്ബുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയായേക്കാം. ഈ മാറ്റം ഫിൻടെക് കമ്പനികൾക്കും ഗുണം ചെയ്തേക്കാം. US-ൽ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ സാങ്കേതിക പ്രതിഭകളെ ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിലനിർത്തിയേക്കാം. ഇത് ഇന്ത്യൻ സാങ്കേതിക മേഖലയുടെ ഉയർന്ന പ്രതിസന്ധിയെ പരിഹരിക്കുമെന്ന് ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഇന്ത്യ ഫിൻടെക് ഓഹരികൾക്കായി കൂടുതൽ നിക്ഷേപ സാധ്യതകളും മുന്നേറുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു വിപണിയിൽ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഫിൻടെക് സ്റ്റോക്കുകളിലെ ഇന്ത്യൻ നിക്ഷേപകർ ഈ പ്രവണതയിൽ ശ്രദ്ധയോടെ തുടരുന്നതാണ് നല്ലത്. ഇത് ഡിജിറ്റൽ ഫിനാൻസ് മേഖലയിൽ ദീർഘകാല വളർച്ചാ അവസരങ്ങളും പ്രചോദനം നൽകിയേക്കാം. നാലാമതായി കയറ്റുമതി അധിഷ്ഠിത കമ്പനികൾക്ക് മേലുള്ള സമ്മർദ്ദം. താരിഫുകളും സംരക്ഷണ നയങ്ങളും ഇറക്കുമതി നിയന്ത്രിക്കാനും US ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള വ്യാപാര താരിഫ് ഏർപ്പെടുത്തിയതാണ് ട്രംപിന്റെ ആദ്യ ടേമിലെ മുഖമുദ്രയായ നയങ്ങളിലൊന്ന്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കൂടുതൽ അഗ്രസീവായിട്ടുള്ള താരിഫുകളും രണ്ടാം ടൈമിന് ഈ സംരക്ഷണ നയങ്ങൾക്ക് വർധനവ് കണ്ടേക്കാം. ആഗോള വ്യാപാര ബന്ധങ്ങളെ പുനർനിർമ്മിക്കാൻ സംരക്ഷണവാദ സമീപനങ്ങൾ അടിയന്തരമായ ശ്രമങ്ങൾ എടുക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ രണ്ടാം ടൈമിലും ഇതിന്റെ ശക്തി ഉയരാൻ സാധ്യതയുണ്ട്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി വളരെ പോസിറ്റീവായും നെഗറ്റീവുമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലെ കയറ്റുമതി മേധാവിത്വത്തിലുള്ള മേഖലകൾ, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, IT സേവനങ്ങൾ, നിർമ്മാണ മേഖലകൾ ഈ നയങ്ങളിലൂടെ തന്നെ ഉറച്ച ഒരു പ്രത്യാഘാതം കാണാനും സാധ്യതയുണ്ട്. താരിഫുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഗോള മത്സരത്തിൽ അവർക്ക് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രധാന ഉദാഹരണമായി കാണിക്കുന്ന അമേരിക്കയുടെ ചൈന പ്രതിരോധ തന്ത്രങ്ങൾ
ഇന്ത്യക്ക് ഒരു പരിധിവരെ ഗുണകരമാകാനും സാധ്യതയുണ്ട്. ചൈനയെ ഒഴിവാക്കി വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിക്കുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോള വിപണിയിൽ നല്ലൊരു സാന്നിധ്യം പ്രതീക്ഷിക്കാം. ഇത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ഒരു കുതിപ്പായി തന്നെ മാറാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചുരുങ്ങിയ കാലത്തിനിടയിൽ കൂടുതൽ അനിശ്ചിതത്വവും ചെലവുകളും ഈ കമ്പനികൾ നേരിടേണ്ടി വരും. നിക്ഷേപകർക്ക് താൽക്കാലികമായ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. അഞ്ചാമതായി ഇൻഫ്രാ റെയിൽ സ്റ്റോക്കുകളുടെ നേട്ടങ്ങൾ. ഡൊണാൾഡ് ട്രംപ് ചൈനയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കമ്പനികൾ ചൈനയിൽ നിന്ന് ഇന്ത്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാര തടസ്സങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ വളരുന്ന ഉൽപ്പാദന കേന്ദ്രമായി ഇന്ത്യക്ക് വളരെ പെട്ടെന്നുള്ളൊരു വളർച്ച കാണാൻ കഴിയും. ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, പ്രത്യേകിച്ച് റെയിൽവേ ലോജിസ്റ്റിക്സ് എന്നിവയ്ക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യും. റെയിൽവേ സ്റ്റോക്കുകൾ സമീപകാലത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവിലാണുള്ളത്. അത് അങ്ങനെ തന്നെ തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശക്തമായ പ്രോത്സാഹനം നൽകുന്ന സർക്കാർ നയങ്ങൾ ചരക്ക് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള മുൻകൈ എടുക്കാനും ഇതൊരു കാരണമായേക്കാം. ആഗോള വിതരണ ശൃംഖലകളിലെ ഈ മാറ്റവുമായി ചേർന്ന് ഇന്ത്യൻ റെയിൽവേ ലോജിസ്റ്റിക്സ് സ്റ്റോക്കുകൾക്ക് ദീർഘകാല നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ട്രംപ് 2.0 താരിഫുകളും വ്യാപാര കരാറുകളും ഉപയോഗിച്ച് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് ട്രംപ് മുൻഗണന നൽകുമെന്ന് തന്നെ വിപണി വിശ്വസിക്കുന്നു. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ ഇത് വളരെ വളരെ മോശമായിട്ട് തന്നെ ബാധിച്ചേക്കാം. ഡൊണാൾഡ് ട്രംപ് ഈ US താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയാൽ ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് വളരെ നല്ല നേട്ടമുണ്ടാകുകയും ചെയ്യും. എന്നിരുന്നാലും ട്രംപ് 2.0 ഭരണകൂടത്തിന്റെ ഈ ഒരു സംരക്ഷണ നയം ഏഷ്യൻ രാജ്യങ്ങളുടെ ഹരിത സംരംഭങ്ങളെ തകർത്തേക്കാം. ട്രംപ് 2.0 പ്രതിരോധ സാങ്കേതിക കമ്പനികളെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കയറ്റുമതി അധിഷ്ഠിത കമ്പനികൾ പ്രതീക്ഷിക്കുന്ന താരിഫ് യുദ്ധം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടേണ്ടി വരും. അവസാനമായി ഒരു കൺക്ലൂഷൻ. ആഗോള വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ നയങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേം ഒരുങ്ങുകയാണ്. ഇവയെല്ലാം ഇന്ത്യൻ വിപണിയെ നേരിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ അവതരിപ്പിക്കുമെങ്കിലും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള നിക്ഷേപകർക്ക് അവ നിരവധി ഓപ്പർച്യൂണിറ്റി നൽകാനും സാധ്യതയുണ്ട്. ഗ്രീൻ എനർജി മുതൽ പ്രതിരോധം, ഫിൻടെക്, ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ വിവിധ മേഖലകളെ ട്രംപിന്റെ നയങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് ഇന്ത്യൻ നിക്ഷേപകർക്ക് ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം വളർച്ചയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് വളരെ തന്ത്രപരമായി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് ഈ ആഗോള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും ഒരു വളരെ നല്ലൊരു മൂവ്മെന്റ് നാവിഗേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കമൻറ്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.